മൈ കേരള ടൂറിസ്റ്റ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ കൊച്ചിയിൽ ഓണവിരുന്നും മികച്ച ഹോസ്പിറ്റാലിറ്റികൾക്കുള്ള പുരസ്കാര വിതരണവും സംഘടിപ്പിച്ചു. ടൂറിസം വകുപ്പ് മന്ത്രി പി.എ. മുഹമ്മദ് റിയാസ് ഹോസ്പിറ്റാലിറ്റി പുരസ്കാരങ്ങൾ സമ്മാനിച്ചു. ഉപഭോക്താക്കൾക്ക് മികച്ച സേവനങ്ങൾ ലഭ്യമാക്കുന്ന പ്രോപ്പർട്ടികൾക്കുള്ള പുരസ്കാരങ്ങളാണ് മന്ത്രി മുഹമ്മദ് റിയാസ് വിതരണം ചെയ്തത്. 3 സ്റ്റാർ, 4 സ്റ്റാർ, 5 സ്റ്റാർ, ഹോം സ്റ്റേ, റിസോർട്ട്, സർവീസ് വില്ല, സർവീസ് അപ്പാർട്ട്മെന്റ്, ലീഡർഷിപ്പ് എന്നീ കാറ്റഗറികളിലാണ് അവാർഡുകൾ നൽകിയത്. റിസോർട്ട് കാറ്റഗറിയിൽ പുരസ്കാരം കരസ്ഥമാക്കിയത് വാഗമണിലെ ഓറഞ്ച് വാലി റിസോർട്ടാണ്. 2ാം തവണയാണ് പുരസ്കാരം ലഭിക്കുന്നതെന്നും പുരസ്കാരം വാഗമണ്ണിന് കിട്ടിയ അംഗീകാരമായി കാണുന്നുവെന്നും ഓറഞ്ച് വാലി റിസോർട്ട്സ് MD ബിജു തോമസ് പറഞ്ഞു. 2ാമത്തെ പ്രാവശ്യം നമുക്ക് അവാർഡ് കിട്ടുക എന്ന് പറയുന്നത് നമുക്കൊരു വാഗമണ്ണ് തന്നെ ഒരു വലിയ അംഗീകാരമായിട്ടാണ് നമ്മൾ കാണുന്നത്. പിന്നെ നമ്മുടെ സ്റ്റാഫുകളുടെ നല്ല സർവീസും അവരുടെ കഷ്ടപ്പാടിനുള്ള ഒരു അംഗീകാരമാണ് ഈ കിട്ടിയിരിക്കുന്നത്. അതിയായ സന്തോഷം. കേരളത്തിൽ നിന്ന് മറ്റു രാജ്യങ്ങളിലേക്ക് സഞ്ചാരികൾ പോകുന്നത് പോലെ അവിടെ നിന്ന് കേരളത്തിലേക്കും വിനോദസഞ്ചാരികളെ എത്തിക്കുക എന്നതാണ് പരിപാടികളിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് MKTA അസോസിയേഷൻ പ്രസിഡന്റ് ദിലീപ് പറഞ്ഞു. കേരളത്തിലേക്ക് നമുക്ക് ഫോറിനേഴ്സിനെ എത്തിക്കുക, അല്ലെങ്കിൽ നോർത്ത് ഇന്ത്യൻസിനെയൊക്കെ എത്തിക്കുക. കേരളം എന്ന് പറയുന്ന ഡെസ്റ്റിനേഷൻ ശരിക്കും ടൂറിസം ആണ് പ്രധാന വരുമാന മാർഗ്ഗം കേരളത്തിൻ്റെ. അപ്പോൾ ആ കേരളം എന്ന് പറയുന്ന ഡെസ്റ്റിനേഷൻ മാക്സിമം പ്രൊമോട്ട് ചെയ്യുക, അതാണ് നമ്മുടെ ലക്ഷ്യം. 2018 ആരംഭിച്ച മൈ കേരള ടൂറിസ്റ്റ് അസോസിയേഷനിൽ ടൂറിസം രംഗത്ത് പ്രവർത്തിക്കുന്ന 600ഓളം അംഗങ്ങളാണ് ഉള്ളത്. ന്യൂസ് മലയാളം, കൊച്ചി.